പുട്ടുകുടുക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊന്നിട്ടുണ്ടാക്കുക. ഇന്ന് നമുക്ക് പൂരി പൊറോട്ട ഉണ്ടാക്കിയാലോ. പൂരി പൊറോട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. പുട്ടുകുടുക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കുക? ഇന്ന് നമുക്ക് പൂരി പൊറോട്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ പൂരി പൊറോട്ടയ്ക്കുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂരി പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ, ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ മൈദ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി വെള്ളം കൂട്ടി നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ 5 മിനിറ്റ് കുഴച്ചെടുത്താണ്. നല്ല രീതിയിൽ ലൂസായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തേക്കണത്. ഇനി നമുക്കിതൊരു 30 മിനിറ്റോളം റെസ്റ്റിൽ വെക്കാം. ഈ മൈദ നന്നായി ഒന്ന് സെറ്റായി വരുന്ന വരെ. ഇപ്പം 30 മിനിറ്റ് സമയം കഴിഞ്ഞേക്കണം കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞു, കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇങ്ങനെ ഉയർത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ബോളിടാം. ബോളിടാൻ വേണ്ടി നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ പാറ്റി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ അല്പം ഓയിലൊക്കെ പറ്റിയിട്ട് നമുക്കിത് ബോളിടാം. ഇത് വലിയ ബോളുകളൊന്നും ഇടണ്ട, നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ ഇടുന്ന പോലെയുള്ള ബോളുകൾ എടുക്കാം. ഞാനിപ്പോൾ ഇത് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതായത് പൂരി പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ പൂരി മൈദ വെച്ചിട്ടും അതുപോലെ തന്നെ ഗോതമ്പ് വെച്ചിട്ടും ഉണ്ടാക്കുമല്ലോ. ഈ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റാണ്. അതിപ്പോൾ മൈദ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാം. നമുക്ക് ബോളിട്ട് കഴിഞ്ഞേക്കണം. ബോളിട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കണേക്കാൾ മുമ്പ് ഇതുപോലെ ഓയിലിൽ മൈദ ഇടണം. മൈദ ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കിതിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് നല്ല രീതിയിൽ ഓയിലിൽ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓയിലിൽ നമ്മൾ മൈദ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഡാളുടെ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണിത് നല്ല കണ്ട കുഴമ്പ് രൂപത്തിലായി കിട്ടുന്നുണ്ട്. നമ്മൾ ബോളിട്ടത് എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. പിന്നെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ മൈദയും ഓയിലുണ്ടല്ലോ, ഇത് നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ഥലത്തും ആവണം. എല്ലാ സ്ഥലത്തും ആയില്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഇത് പൊറോട്ട പോലെ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഈ മൈദയും ഓയിലും കൂടി മിക്സ് ചെയ്യണത്. എന്നിട്ട് ഈ സാധനം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുമായിട്ട് നമ്മൾ ഇതിനെ മടക്കുകയാണ്. മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചുരുട്ടുക. ഇങ്ങോട്ട് ചുരുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ സ്റ്റഡിയാവും. ഈ സ്റ്റഡി ആയത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോള് റെഡി ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ പൂരി പൊറോട്ടയ്ക്കുള്ള ഒരു ബോൾ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ബോളുകളും റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ഈസിയും സിമ്പിളുമാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടി. മാത്രമല്ല ഇതുപോലെ ബോളുകളാക്കിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതുപോലെ ഡിന്നറിനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ കാലത്തുള്ള ഇതിനും ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കൂടുതൽ പണിയൊന്നും എടുക്കേണ്ട. നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ബോളുകളൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് പരത്തിയെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. ഇത് വേറെ ഒന്നുമില്ല, ഇങ്ങനെ ബോളാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ പരത്തുന്ന പോലെ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വീണ്ടും ഒന്ന് പരത്തുക. വീണ്ടും പരത്തുമ്പോൾ ഇതുപോലെ നൈസായിട്ട് എല്ലാ ഭാഗത്തേക്കും റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കണം. മൈദ ഇഷ്ടമില്ലാത്തവരുണ്ട്, മൈദ കഴിച്ചാൽ ശരിയാവാത്തവർ, രാത്രിയൊക്കെ മൈദ കഴിച്ചാൽ ശരിയാവാത്തവരാണെങ്കിൽ അവർക്കിത് ഗോതമ്പിൽ ഉണ്ടാക്കിയ വേറൊരു ടേസ്റ്റാണ്. ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബീഫ് കറിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. എന്നാൽ നമ്മൾ മൈദ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ചിക്കനൊക്കെ വെച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ വെജിറ്റബിൾ കറികളൊക്കെ ആണെങ്കിലും നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാം. പൂരി പൊറോട്ട നമ്മൾ എല്ലാം പരത്തിയെടുത്തേക്കാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ പൂരിയുടെ പോലെ പൊന്തി വരികയല്ല ചെയ്യുക. ഇതിൻ്റെ അളിരുകളൊക്കെ തിരിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ അളിരുകളൊക്കെ മൊരിഞ്ഞ് വരുന്നത് കാണാം. ഇത് അളിരുകൾ സ്പ്രെഡ് ചെയ്ത് പൊരിഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്.
കണ്ടോ ഒന്നൊന്ന് വീർത്ത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട. ഇങ്ങനെ വീർത്ത് വരും. ഇത് കഴിഞ്ഞിട്ട് ചുങ്ങിപ്പോയാൽ ഇത് നല്ല ടേസ്റ്റാണിത്. ഇതിങ്ങനെ അള്ളിയിട്ട് തിരിഞ്ഞേക്കണ കാരണം തന്നെ ഇത് നല്ല കോഴിച്ചാറിൻ്റെ കൂടെ അതുപോലെ ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് മറിച്ചിടാം. സാധാരണ കുക്കിംഗ് അറിയുന്നവർക്ക് തോന്നും ഇത് മൈദ ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവുന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ ഈ മൈദയും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഇതിൽ പരട്ടണ കാരണം ഇത് ഡ്രൈ ആവില്ല. മാത്രമല്ല നമ്മൾ ഈ ചുരുട്ടി കഴിഞ്ഞിട്ട് വീണ്ടും പരത്തിയെടുക്കല്ലേ, അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊറോട്ടേനേക്കാളും പൂരിനേക്കാളും ടേസ്റ്റാണിത്. ഇതിൻ്റെ ഉപ്പ് മാത്രം ഒന്ന് കറക്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഏത് കറിയുടെ കൂടി നല്ല ടേസ്റ്റ് അത്. ഇതിങ്ങനെ സൈഡൊക്കെ കണ്ടില്ലേ, നല്ല ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ വരുമ്പോൾ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം. കാരണം കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ എണ്ണ കുടിച്ചാൽ പിന്നെ നിങ്ങൾക്കറിയാലോ ഭൂജിയുടെ ഒരു ടേസ്റ്റ് പോലെയാവും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇങ്ങനെ വാരി നമുക്ക് ഇതെല്ലാം ചുട്ടെടുക്കാം. കണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ പൊളച്ച് വരും. നല്ല ചൂട് എണ്ണയിലേക്ക് വാരി ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊളച്ച് വരും. മറ്റു പൂരിയുടെ പോലെയല്ല, ഒറ്റപ്പോളയല്ല വരിക. ഈ നമ്മൾ ചുറ്റി വെച്ചേക്കണ എല്ലാ ഇതുകളും കൂടി ഒരുമിച്ച് പോള വരും. ഇത് ജസ്റ്റ് ഒന്ന് പോള വരുമ്പോൾ തന്നെ ഇത് വേവും. അപ്പോൾ തന്നെ നമുക്ക് രണ്ട് ഇതും വെച്ച് ഇങ്ങനെ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതിൻ്റെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് അധികമൊന്നുമില്ല, ആകെ 3 ഐറ്റം ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങളും ഹോബികളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.